സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2023-24 വർഷത്തെ അഥവാ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. പ്രവർത്തനം 1. നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും ജനാധിപത്യം ഒരു ജീവിത രീതിയാക്കി പ്രവർത്തിക്കണം. ചോദ്യം, താഴെ പറയുന്നവയിൽ ജനാധിപത്യ ജീവിത രീതിക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉത്തരം ഏതൊക്കെയാണെന്ന് നമുക്ക് വായിക്കാം. വിദ്യാരംഗം കൺവീനർ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അനുവാദത്തോടെ വിദ്യാരംഗം സാഹിത്യവേദിയിൽ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ. അതുപോലെ തന്നെ ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ലാസ്റ്റത്തെ ഓപ്ഷൻ. ഇത് രണ്ടുമാണ് ശരിയായ ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ബി ചോദ്യം, ഒരു ജനാധിപത്യവാദിയാകാൻ നിങ്ങൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കും? 3 പ്രവർത്തനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമുക്ക് റോഡ് നിയമങ്ങൾ പാലിക്കുമെന്ന് എഴുതാം. അതുപോലെ തന്നെ മാലിന്യം പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുകയില്ല, വരിയായി നിന്നുകൊണ്ട് മാത്രമേ സ്കൂൾ ബസ്സിൽ കയറൂ. ഇതിലെ ഏതെങ്കിലും 3 നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനിയും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഏതെങ്കിലും 3 ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പ്രവർത്തനം 2ലേക്ക് കടക്കാം. കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമാണ്. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. കുട്ടികൾ ക്ലാസ്സിൽ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഓരോരുത്തരും അവരവരുടെ രക്ഷിതാക്കളുടെ ജോലി കൂടി പറയുകയുണ്ടായി. ഇവിടെ രാജു പറയുന്നത് എൻ്റെ പിതാവ് ദേശീയപാത നിർമ്മാണ ജോലിയാണ്. രജനി പറയുന്നു എൻ്റെ മാതാവ് വീടിനടുത്തുള്ള ഒരു പച്ചക്കറി നടത്തുന്നു. രജില പറയുന്നു എൻ്റെ മാതാവ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. റഫീഖ് എൻ്റെ പിതാവ് ഗൾഫിലാണ്. കിട്ടുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കും. വീട്ടു ചെലവിന് ആവശ്യമുള്ള പണം ഞങ്ങൾ ബാങ്കിൽ നിന്നും എടുക്കും. അപ്പോൾ ഓരോരുത്തരും പറയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അവരുടെ ഓരോരുത്തരുടെയും രക്ഷിതാക്കളുടെ വരുമാന സ്രോതസ്സും വരുമാനവും ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇപ്പോൾ രാജുവിൻ്റെ ആണെങ്കിൽ എന്താണ്? ദേശീയപാത നിർമ്മാണ ജോലിയാണ്. അവിടെ കിട്ടുന്നത് വരുമാനം എന്ന് പറയുന്നത് കൂലിയാണ്. ഇനി രജനിയുടേതാണെങ്കിലോ, രജനിയുടെ അമ്മ പച്ചക്കറി കടയാണ്. അപ്പോൾ അവിടെ കച്ചവടമാണ്. അവിടെ വരുമാനം എന്ന് പറയുന്നത് അതിൻ്റെ ലാഭമാണ്. രജിലയുടെ എന്താണ്? ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ അത് സർക്കാർ ജോലിയാണ്. അവിടെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ശമ്പളമാണ്. റഫീഖിൻ്റെ ബാങ്ക് നിക്ഷേപമാണ്. അവിടെ കിട്ടുന്നത് പലിശയാണ്. ഓക്കെ, അപ്പോൾ 1ാമത്തെ ആൻസർ കൂലി, 2ാമത്തെ ആൻസർ കച്ചവടം, 3ാമത്തെ ആൻസർ സർക്കാർ ജോലി, 4ാമത്തേത് ശമ്പളം, 5ാമത്തേത് പലിശ. ഇനി 3ാമത്തെ ചോദ്യം നോക്കൂ. സുഹറയും 3 കൂട്ടുകാരുടെയും നാടിൻ്റെ പ്രത്യേകതകൾ വായിക്കും. ഇവിടെ ഷാഹിന വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നീ ജീവികളെ എപ്പോഴും എനിക്ക് കാണാം. വീട്ടുപറമ്പിൽ ഈട്ടി, ചന്ദനം എന്നീ മരങ്ങളുണ്ടെന്ന് പറയുന്നു. ഇനി അനു ആണെങ്കിലോ, ചെറിയ കുന്നുകളും താഴ്വരകളും ഉള്ള പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണിത്. ഷാജി പറയുന്നത് മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് എൻ്റെ വീട്. ഏകദേശം 7.5 മീറ്റർ ഉയരമുള്ള പ്രദേശമാണ്. ഇവർ ഓരോരുത്തരും താമസിക്കുന്നത് ഏത് ഭൂപ്രകൃതിയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഷാഹിന താമസിക്കുന്നത് മലനാടാണ്. അനു എന്ന് പറയുന്നത് 75 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശമാണ്. അപ്പോൾ അത് ഇടനാടാണ്. ഷാജിയുടേതാണെങ്കിൽ 75 മീറ്റർ ഉയരമുള്ള പ്രദേശം മണൽ നിറഞ്ഞതാണ്. അത് തീരപ്രദേശമാണ്. അപ്പോൾ ഷാഹിന മലനാട്, അനു ഇടനാട്, ഷാജി തീരപ്രദേശം. ഓക്കെ, ഇനി കേരളത്തിലെ തുലാവർഷത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. കേരളത്തിലെ തുലാവർഷം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വടക്കു കിഴക്കൻ മൺസൂൺ എന്നും തുലാവർഷത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റുകളും നിങ്ങൾ എഴുതണം. ഇനി 4ാമത്തെ പ്രവർത്തനം, ഒരു ഭൂപ്രദേശത്തിൽ വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സമതലങ്ങൾ, പീഠഭൂമികൾ, ദ്വീപുകൾ, മരുഭൂമികൾ എന്നിവ കൂടാതെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റൊരു ഭൂരൂപം എന്ന് പറയുന്നത് ഏതാണ്? പർവ്വതങ്ങളാണ്. പർവ്വതങ്ങൾ. അപ്പോൾ 1ാമത്തെ ആൻസർ പർവ്വതങ്ങൾ. 2ാമത്തേത് മഴക്കുറവ്, ജനവാസവും കൃഷിയും കുറവ്, വീശിയടിക്കുന്ന കാറ്റും കൊടുംചൂടും തുടങ്ങിയ സവിശേഷതകളുള്ള ഭൂരൂപം എന്ന് പറയുന്നത് എവിടെയാണ്? നമുക്കറിയാം മരുഭൂമികളിലാണ്. മഴക്കുറവാണ്, ജനവാസം കൂടുതലാണ്, അതുപോലെ തന്നെ വീശിയടിക്കുന്ന കാറ്റും കൊടും ചൂടും ആണ് മരുഭൂമികളിൽ. അപ്പോൾ 2ാമത്തെ ആൻസർ മരുഭൂമികൾ. ഇനി 3, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. 4ാമത്തേത് ഡെക്കാൻ, ഛോട്ടാ നാഗ്പൂർ, മാൾവ എന്നിവ ഏതൊരു ഭൂരൂപങ്ങളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പീഠഭൂമികളാണ്. ഇനി അവസാനത്തേത്, ഈ സമതലത്തെ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതാണിത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങളാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ. 1ാമത്തെ ആൻസർ പർവ്വതങ്ങൾ, 2 മരുഭൂമികൾ, 3 ലക്ഷദ്വീപ്, 4 പീഠഭൂമികൾ, 5 സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ.
ഇനി അഞ്ചാമത്തേത് തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കൊളാഷുകൾ വായിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഘട്ടങ്ങൾ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്നും വായിക്കുന്നില്ല. ഇവിടെ ഓരോ ഘട്ടങ്ങൾ നമുക്കൊന്ന് പറയാം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, അത് കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, അത് കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, പിന്നെ വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, അപ്പോൾ ഒന്ന് വരുന്നത് ഏതാണ്? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പിന്നെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന, അത് കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് വോട്ടെടുപ്പ്, പിന്നെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. എല്ലാ വോട്ടർമാർക്കും പങ്കെടുക്കാൻ അവസരമുള്ള ഘട്ടം ഇവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നത് വോട്ടെടുപ്പാണ്. ഓക്കെ, വോട്ട് ചെയ്യലാണ്. വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ട് ചെയ്യൽ എന്ന് നിങ്ങൾക്ക് എഴുതാം. ആറാമത്തേത് സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിയൽ കാർഡുകൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശനി പറഞ്ഞിട്ടുണ്ട്, ചുറ്റും വലയങ്ങളുണ്ട്, 30-ൽ-അധികം ഉപഗ്രഹങ്ങളുണ്ട്. വേഴത്തിൽ നമുക്ക് എന്തെഴുതാം? ഏറ്റവും വലിയ ഗ്രഹമാണ്, 60-ൽ-അധികം ഉപഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂര്യനെ വലയം വെക്കാൻ 12 വർഷം വേണം. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അടുത്തത് സി എന്ന് പറയുന്നുണ്ട്. സിയിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ബുധൻ എഴുതാം, അല്ലെങ്കിൽ ശുക്രൻ എഴുതാം, അല്ലെങ്കിൽ ഭൂമി എഴുതാം. ബുധനാണ് എഴുതുന്നത് എങ്കിൽ ഉപഗ്രഹങ്ങളില്ല, ഏറ്റവും ചെറിയ ഗ്രഹമാണ് എന്ന് എഴുതാം. ശുക്രനാണെങ്കിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്, ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ്, ഉപഗ്രഹങ്ങളില്ല എന്നും എഴുതാം. ഭൂമിയാണെങ്കിൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറമാണ്, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ്, ഉപഗ്രഹം ചന്ദ്രനാണ്. ഇതിലെ ഏതെങ്കിലും ഒന്ന് എഴുതാം. ഇനി സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? നമുക്ക് പേടകത്തിന്റെ പേര് ആദിത്യ L1 എന്നെഴുതാം. ഓക്കെ, ആദിത്യ L1 എന്നെഴുതാം. ഇനി ഇവിടെ നമ്മൾ സിയിൽ പറഞ്ഞു നമുക്ക് ബുധൻ എഴുതാം, ശുക്രൻ എഴുതാം, ഭൂമി എഴുതാമെന്ന്. അതുപോലെ തന്നെ ചൊവ്വ എഴുതാം, യുറാനസ് എഴുതാം, നെപ്റ്റ്യൂൺ എഴുതാം. ചൊവ്വയാണെങ്കിൽ 2 ഉപഗ്രഹങ്ങളാണ്, പണ്ട് ജലം ഒഴുകിയിരുന്നതായി സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് എഴുതാം. യുറാനസ് ആണെങ്കിൽ 25-ൽ-അധികം ഉപഗ്രഹങ്ങളുണ്ട്, സൂര്യനെ വലയം വെക്കാൻ 84 വർഷം വേണം. നെപ്റ്റ്യൂൺ ആണെങ്കിൽ 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട്, സൂര്യനെ വലയം വെക്കാൻ 164 വർഷം വേണം. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങൾ 2 പോയിന്റ് എഴുതിയാൽ മതി. ഇനി നമുക്ക് പ്രവർത്തനം 7ലേക്ക് കടക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ അടിസ്ഥാനമാക്കി ക്ലാസ്സിൽ ഗ്രൂപ്പുകളാക്കി തിരിച്ച് പ്രശ്നോത്തരി സംഘടിപ്പിക്കുകയാണ്. നിങ്ങളുടെ എതിർ ടീമിനോട് ചോദിക്കേണ്ട 5 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭൂപടത്തെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ ചോദിക്കാം. ഭൂപടത്തിലെ തോതുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, ഏതൊക്കെ തരത്തിലുള്ള ഭൂപടങ്ങൾ ഉണ്ടെന്ന് ചോദിക്കാം, നിലവിൽ നമ്മുടെ ഇന്ത്യ ഭൂപടം ഏത് ഗണത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ 5 ചോദ്യങ്ങളായിട്ട് ചോദിച്ചാൽ മതി. പ്രവർത്തനം 8ലേക്ക് നടക്കാം. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ എന്ന് പറയുന്നത്. വൻകരകളെ കുറിച്ചിട്ടുള്ള സൂചനകൾ താഴെ തന്നിട്ടുണ്ട്. അവ വായിച്ച് വൻകരകൾ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടുന്ന വൻകര, ഏറ്റവും വലിയ വൻകര ഏതാണ്? ഏഷ്യയാണ്. രണ്ടാമത്തേത് കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയിലാണ്, നൈൽ നദി ഈ വൻകരയിലാണ് ഉള്ളത്, അതേതാണ്? ആഫ്രിക്കയാണ്. 3 പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, ആമസോൺ നദി ഈ വൻകരയിലാണ്, അത് തെക്കേ അമേരിക്കയാണ്. 4 വൻകരയിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം ഈ വൻകരയിലാണ്, വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് അത് അന്റാർട്ടിക്കയാണ്. ഓക്കെ, വെളുത്ത ഭൂഖണ്ഡം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് അന്റാർട്ടിക്കയാണ്. ഇനി 5ാമത്തേത് ഏറ്റവും ചെറിയ വൻകര ദ്വീപ് എന്ന വിശേഷണവും ഉണ്ട്, അതേതാണ്? അത് ഓസ്ട്രേലിയയാണ്. ഓക്കെ, ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഏഷ്യ, 2 ആഫ്രിക്ക, 3 തെക്കേ അമേരിക്ക, 4 അന്റാർട്ടിക്ക, 5 ഓസ്ട്രേലിയ. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിരുന്നു. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.